ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ദ വിങ്സ് ഓഫ് ഡ്രീംസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള യൂണിറ്റിലെ എല്ലാ ചാപ്റ്ററും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റ് 2 ദ വിങ്സ് ഓഫ് ഡ്രീംസ്. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. അപ്പോൾ എന്താണ് നമ്മുടെ ലെസൻ്റെ പേര്? ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ദ ലിറ്റിൽ എൻജിൻ, ഇവിടെ എൻജിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രെയിനാണ്. അപ്പോൾ എന്താണ് ലിറ്റിൽ ട്രെയിന് കഴിഞ്ഞു. അപ്പോൾ എന്താണ് കഴിഞ്ഞത് എന്നൊക്കെ നമുക്ക് ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് കടക്കാം. നൗ റീഡ് അബൌട്ട് ദിസ് ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒരു ലിറ്റിൽ ട്രെയിനിൻ്റെ ജേർണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. The little train ran along the tracks. She was a happy little train. അപ്പോൾ എന്താണ് ഈ ലിറ്റിൽ ട്രെയിൻ? എന്താ ട്രാക്സിലൂടെ ഇങ്ങനെ ഓടിപ്പായാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ അത് എങ്ങനത്തെ ഒരു ലിറ്റിൽ ട്രെയിൻ ആയിരുന്നു? വളരെയധികം ഹാപ്പി ആയിട്ടുള്ള സന്തോഷത്തിലുള്ള ഒരു ലിറ്റിൽ ട്രെയിൻ ആയിരുന്നു. ഹർ കാർസ് were full of good things for boys and girls. അപ്പോൾ ഇവിടെ എന്താ കാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിത്രത്തിൽ കാണുന്നില്ല. ആ ചിത്രത്തിൽ കൂട്ടുകാർ നോക്കുക, ആ ട്രെയിനിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ബോഗിയില്ല, അതിനെയാണ് ഇവിടെ കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാറിൽ എന്താണ്? ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ബോയ്സിനും ഗേൾസിനും ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ആ ബോഗിയിൽ ഉള്ളത്. There were all kinds of toy animals. അപ്പോൾ എന്താണ്? എല്ലാ തരത്തിലുള്ള ടോയ് ആനിമൽസ് ആണ്, കളിക്കണ ആനിമൽസ് ആണ് അതിൽ ഉള്ളത്. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്, ടെഡി ബിയേഴ്സ് വിത്ത് നോ നെക്ക് ആൻഡ് ഈവൻ എ ബേബി എലിഫൻറ്റ്. അപ്പോൾ എന്തൊക്കെ ഉണ്ട്? ജിറാഫ് ഉണ്ട്, ഒരു വലിയ കഴുത്തായിട്ടുള്ള ഒരു ജിറാഫ് ഉണ്ട്. പിന്നെ എന്താണ്? ടെഡി ബിയർ ഉണ്ട്. ടെഡി ബിയറിന് എന്താ? വിത്ത് നോ നെക്സ് എന്നാണ് പറയുന്നത്. അതായത് കഴുത്തൊക്കെ ചെറിയ കഴുത്തായിരിക്കും, അപ്പോൾ കഴുത്തില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഈവൻ എ ബേബി എലിഫൻറ്റ്. പിന്നെ എന്തും കൂടെ ഉണ്ട്? ഒരു ബേബി എലിഫൻറ്റ്, അതായത് ചെറിയൊരു ആനക്കുട്ടിയും ഉണ്ട്. ഓക്കെ, there were all kinds of dolls too. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ കൈൻഡിലുള്ള, അതായത് എല്ലാ തരത്തിലുള്ള ഡോൾസും ഉണ്ട്. ഡോൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാവകളുമുണ്ട്. Dolls with blue eyes and yellow hair, dolls with brown eyes and brown hair, and the funniest toy clown you ever saw. അപ്പോൾ എന്താണ്? അപ്പോൾ ഡോൾസിന് എന്താണ്? വിത്ത് ബ്ലൂ ഐസ്, നീല കണ്ണുകളുണ്ട്, ഡോൾസ് ഉണ്ട്. അതുപോലെ യെല്ലോ ഹെയറിലുള്ള ഡോൾസ് ഉണ്ട്. ദെൻ ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ്, എന്താണ്? ബ്രൗൺ ഐസും ബ്രൗൺ ഹെയറും ഒക്കെ ഉള്ള ഒരുപാട് ഡോൾസ് ആ ബോഗിയിൽ, അതായത് ആ കാറിൽ ഉണ്ട്. ഓക്കെ, ദ വേർ ടോയ് ട്രക്സ്, എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന് പുറമെ എന്തൊക്കെ ഉണ്ട്? ടോയ് ട്രക്സും എയർപ്ലെയിൻസും ബോട്ട്സും എല്ലാം ആ ബോഗിയിലുണ്ട്. ദ വേർ പിക്ചർ ബുക്സ്, ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. അപ്പോൾ എന്താണ്? ഇത് മാത്രമല്ല, ഇതിന് പുറമെ എന്തൊക്കെ ഉണ്ട്? പിക്ചർ ബുക്ക് ഉണ്ട്, പിന്നെ ഗെയിംസ് ഉണ്ട്, പിന്നെ ഡ്രംസ് ഉണ്ട്, കളിക്കാനായിട്ട് ഡ്രംസ്, കൊട്ടാനായിട്ട് ചെണ്ടൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഡ്രംസും ഉണ്ട്. The little train carried every kind of toy that boys or girls would play with. അപ്പോൾ ഈ ലിറ്റിൽ ട്രെയിൻ എന്താണ് ക്യാരി ചെയ്യുന്നത്? ഈ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും കളിക്കാൻ പറ്റിയ ഒരുപാട് തരത്തിലുള്ള ടോയ്സ് ആണ് നമ്മുടെ ലിറ്റിൽ ട്രെയിനിൽ ഉള്ളത്. അതൊക്കെയാണ് ഈ ലിറ്റിൽ ട്രെയിൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. പക്ഷേ അത് മാത്രമല്ല, ദ ലിറ്റിൽ train carried good things to eat too. എന്താണ്? കഴിക്കാൻ നല്ല സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട് ആര്? ഈ ലിറ്റിൽ ട്രെയിന്. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്. അപ്പം ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലിപോപ്പ്.
lollipops to eat after dinner. അപ്പോൾ എന്തൊക്കെയുണ്ട്? ബിഗ് റൗണ്ട് ഓറഞ്ചസ്, വലിയ റൗണ്ടിലുള്ള ഓറഞ്ചസ് ഉണ്ട്. ഫാറ്റ് റെഡ് ആപ്പിൾസ്, നല്ല തടിച്ചിട്ടുള്ള റെഡ് ആപ്പിൾസ് ഉണ്ട്. ദെൻ ലോങ് യെല്ലോ ബനാനാസ്. അപ്പോൾ പിന്നെ എന്താണ്ടത്? വലിയ നീളമുള്ള യെല്ലോ കളറിലുള്ള ബനാനാസ് ഉണ്ട്. ഫ്രഷ് കോൾഡ് മിൽക്ക്, പിന്നെ എന്താണ്? ഫ്രഷ് ആയിട്ടുള്ള കോൾഡ് മിൽക്ക് ഉണ്ട്. ദെൻ പിന്നെ എന്താ ഉള്ളത്? ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ, ഡിന്നറിന് ശേഷം കഴിക്കാനായിട്ട് ലോലിപോപ്സും ഉണ്ട്. ഓക്കെ, ദ ലിറ്റിൽ ട്രെയിൻ വാസ് ടേക്കിംഗ് ഓൾ ദീസ് ഗുഡ് തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പോൾ ഈ ലിറ്റിൽ ട്രെയിൻ ഇതൊക്കെ എങ്ങണ്ടാണ് കൊണ്ടുപോകുന്നത്? മൗണ്ടെയിൻ്റെ അതർ സൈഡിലേക്കാണ് ഈ സാധനങ്ങളൊക്കെ ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. അപ്പോൾ എന്താണ്? ഈ ബോയ്സും ഗേൾസും ഒക്കെ എന്നെ കാണുമ്പോൾ എന്തുമാത്രം ഹാപ്പി ആയിരിക്കും? സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഈ ഗേൾസും ബോയ്സും ഒക്കെ എന്നെ കാണുമ്പോൾ എത്രമാത്രം ഹാപ്പി ആയിരിക്കും അവർ എന്ന് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പറയാണ്. They will like the toys and good food that I am bringing. അപ്പോൾ അവർക്ക് എന്താണ്? അവർക്ക് ഇതിലുള്ള ടോയ്സ് ഒക്കെ ഇഷ്ടപ്പെടും. മാത്രമല്ല എൻ്റെ നല്ല ഭക്ഷണവും അവർക്ക്, ഞാൻ കൊണ്ടുവരുന്ന നല്ല ഭക്ഷണവും അവർക്ക് ഇഷ്ടപ്പെടും. ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അപ്പോൾ പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ബട്ട് ഓൾ അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. അതായത് ക്യുക്ക്ലി എന്ന മീനിങ്. അതായത് പെട്ടെന്ന് എന്താ ഉണ്ടായേ? ട്രെയിൻ അങ്ങോട്ട് നിന്നു. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. പിന്നെ ട്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. Oh dear, said the little train. What can be the matter? അപ്പോൾ എന്താണ് പറ്റിയത്? ട്രെയിനോട് തന്നെ ചോദിക്കുകയാണ്. ഓ ഡിയർ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഷീ ട്രൈ ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. അപ്പോൾ എന്താണ്? ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. പിന്നെയും ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷെ എന്താണ്? വീൽസ് ഒന്നും കറങ്ങുന്നില്ല. വി ക്യാൻ ഹെൽപ്പ് സെഡ് ദ ടോയ് ആനിമൽ. അപ്പോൾ എന്താണ്? ഈ ട്രെയിനിലെ ബോഗിയിൽ നമ്മൾ പറഞ്ഞു കുറച്ച് ടോയ് ആനിമൽസ് ഉണ്ട്. അപ്പോൾ ആ ടോയ് ആനിമൽസ് പറയാണ് വി ക്യാൻ ഹെൽപ്പ്, ഞങ്ങൾ സഹായിക്കാമെന്ന് പറയാണ്. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംബഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലൗണും ആൻഡ് ദ ആനിമൽസ്, അതിലുള്ള ആനിമൽസും അതിൽ നിന്ന് ഇറങ്ങി. ക്ലൗൺ എന്ന് പറഞ്ഞാൽ എന്താ? കോമാളിയാണ്. അപ്പോൾ കോമാളിയുടെ ഒരു ടോയ്. അപ്പോൾ ആ ടോയും ആനിമൽസും ആ കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ട്രെയിനിൻ്റെ ബോഗിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി. ദേ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ ലിറ്റിൽ ട്രെയിന് പുഷ് ചെയ്തു, തള്ളി. ഓക്കെ, പുഷ് ദ ലിറ്റിൽ ട്രെയിൻ ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷേ എന്താണ്? ഈ ട്രെയിന് നീങ്ങാനായിട്ട് സാധിച്ചില്ല. വി ക്യാൻ ഹെൽപ്പ് ടു. എന്താണ്? ഞങ്ങളും സഹായിക്കാം സെഡ് ദ ഡോൾസ്. അപ്പോൾ അതിലുള്ള ഡോൾസ് പറയാണ് ഞങ്ങളും സഹായിക്കാം എന്ന് പറഞ്ഞു. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈ ടു പുഷ്. എന്നിട്ട് ആ ഡോൾസും അതിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് ഈ ട്രെയിൻ എന്ത് ചെയ്യാണ്? പുഷ് ചെയ്യാണ്. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. പക്ഷേ എന്നിട്ടും എന്താണ്? ഈ ലിറ്റിൽ ട്രെയിൻ മൂവ് ചെയ്യുന്നില്ല. ദ ടോയ്സ് ആൻഡ് ദ ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഡോൾസിനും അതുപോലെ തന്നെ ടോയ്സിനും അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് എന്തുണ്ടായി നോക്കി നോക്കാം. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫിങ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പോൾ എന്താണ്? വേറൊരു ട്രാക്കിൽ നമുക്കറിയാം ഈ ട്രെയിൻ പോകുന്നിടത്ത് വേറെ ഒരുപാട് ട്രെയിൻസിന് പോകാനായിട്ട് വേറെയും ഒരുപാട് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വേറൊരു ട്രാക്കിൽ നിന്ന് എന്താണ്? ഒരു ഷൈനി ന്യൂ എൻജിൻ വരുന്നുണ്ട്. അതായത് ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു ട്രെയിൻ വരുന്നുണ്ട്. പഫിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുകയൊക്കെ പോയില്ല എന്നിട്ട് വരിക എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. Maybe that engine can help us, cried the
ക്ലൗൺ. അപ്പോൾ എന്താണ് നമ്മുടെ ക്ലൗൺ, അതായത് കോമാളി പറയുകയാണ് എന്ത്, ആ ട്രെയിന് ആ എൻജിന് നമ്മളെ സഹായിക്കാനായിട്ട് ചിലപ്പോൾ പറ്റുമെന്ന് പറയാണ്. ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മുടെ ക്ലൗണ് ചെയ്യുന്നത്, ക്ലൗണ് ഒരു റെഡ് ഫ്ലാഗ് വേവ് ചെയ്യാണ്. വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീശുക. വേവ് എന്ന് പറഞ്ഞാൽ വീശുക. അപ്പോൾ ഒരു റെഡ് ഫ്ലാഗ് എടുത്ത് വീശുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം റെഡ് ഫ്ലാഗ് കാണിച്ചാൽ എന്താണ്, ട്രെയിൻ നിർത്താനാണ്. ദെൻ ഗ്രീൻ ആണെങ്കിൽ എന്താ, ട്രെയിൻ പോവാനാണ്. ഓക്കെ, അപ്പോൾ അത് ട്രെയിൻ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ക്ലൗൺ ഒരു റെഡ് ഫ്ലാഗ് കാണിച്ചു. ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോ ഡൗൺ. അപ്പോൾ എന്താണ്, ഈ ഫ്ലാഗ് കണ്ടപ്പോൾ ഈ ഷൈനി ന്യൂ എൻജിൻ എന്തായി, ഈ പുതിയ ട്രെയിൻ എന്തായി, പതുക്കെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അപ്പോൾ എന്താണ്, ഇതിലുള്ള ഡോൾസും അതുപോലെ തന്നെ ടോയ്സും ഇവരിനെ ഇങ്ങനെ വിളിക്കുകയാണ്, അവർ എൻജിൻ ഇസ് നോട്ട് വർക്കിംഗ്. അപ്പോൾ ഇവർ പറയാണ് എന്ത്, ഞങ്ങളുടെ എൻജിൻ ശരിക്കും വർക്ക് ആവുന്നില്ല. പ്ലീസ് പുൾ അവർ ട്രെയിൻ over the mountain. If you do not, the boys and girls will not have any toys or good food. അപ്പോൾ എന്താണ്, ഞങ്ങളുടെ ട്രെയിൻ ഒന്ന് മൗണ്ടെയിൻ കഴിയുന്നവരെ ഒന്ന് പുള്ള് ചെയ്ത് തരുമോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ ബോയ്സിനും ഗേൾസിനും എന്ത് കിട്ടില്ല, വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അപ്പോൾ അവർക്ക് നല്ല ടോയ്സോ അല്ലെങ്കിൽ ഗുഡ് ഫുഡോ കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ഞങ്ങളുടെ ട്രെയിന് പുള്ള് ചെയ്ത് തരുമോ എന്ന് അവരോട് ചോദിക്കുകയാണ്. The shiny new engine was a bit friendly. അപ്പോൾ എന്താണ്, പുതിയ ട്രെയിൻ എന്താ കുറച്ച് ഫ്രണ്ട്ലി ഒക്കെ ആണ്. യു വാണ്ട് മീ ടു പുൾ യു. അപ്പോൾ എന്താ, ഞാൻ നിങ്ങൾ തള്ളണമല്ലേ, ഹി ആസ്ക്ഡ്. അപ്പം അങ്ങനെയാണ് ആര് ചോദിക്കുന്നത്, പുതിയ ട്രെയിൻ ചോദിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. അത് ഞാൻ ചെയ്യുന്നതല്ല. ഐ ക്യാരി പീപ്പിൾ. ഞാൻ ജനങ്ങളെ ക്യാരി ചെയ്യും. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്. അപ്പോൾ എന്താണ്, കാർസ് അതായത് ബോഗിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റിൽ ആ ജനങ്ങൾ ഇരിക്കും. ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. എന്നിട്ട് എൻ്റെ വിൻഡോകളിലൂടെ പുറത്തേക്ക് നോക്കും. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. അപ്പോൾ എന്താണ്, അവർ അവിടെ ഒരു ഡൈനിങ് കാറിൽ ഇരുന്നിട്ട് കഴിക്കും. ദ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. അപ്പോൾ എന്താണ്, ബോഗിയിൽ അവർ സ്ലീപ്പ് ചെയ്യും. ഹൗ ഡയർ യു ആസ്ക് മീ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് എന്നോട് ചോദിക്കാൻ എന്ന് നമ്മുടെ പുതിയ ട്രെയിൻ, നമ്മുടെ ലിറ്റിൽ ട്രെയിനോട് ചോദിക്കുകയാണ്. ദ ഷൈനി ന്യൂ എൻജിൻ വെൻ വിത്തൗട്ട് അനദർ വേർഡ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നും പറയാണ്ട് ഈ ഷൈനി ലിറ്റിൽ ട്രെയിൻ അവിടുന്ന് പോവാണ്. ഹൗ സാഡ് were all the toys and dolls. അപ്പോൾ എന്താണ്, ഈ ഡോൾസിനും അതുപോലെ തന്നെ ടോയ്സിനും ഒക്കെ വളരെയധികം വിഷമായി. Then the toy clown called out, here comes another engine, a big strong one. അപ്പോൾ എന്താണ്, പിന്നെ നമ്മുടെ ക്ലൗൺ ഇങ്ങനെ വിളിച്ച് പറയാണ്, വേറൊരു എൻജിൻ, അതായത് വേറൊരു ട്രെയിൻ വരുന്നുണ്ട്, ഒരു വലിയ സ്ട്രോങ് വണ്ണാണ് വരുന്നത്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് us. ചിലപ്പോൾ ഈ എൻജിൻ നമ്മളെ സഹായിച്ചേക്കാം. എഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലൗൺ എന്ത് ചെയ്തു, ആ ഫ്ലാഗ് വേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്, വീശി. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. അപ്പോൾ ഈ ബിഗ് സ്ട്രോങ് ആയിട്ടുള്ള ഈ ട്രെയിൻ എന്ത് ചെയ്തു, അവിടെ നിർത്തി. ഓക്കെ, ദ ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗെദർ, പ്ലീസ് ഹെൽപ്പ് us ബിഗ് സ്ട്രോങ് എൻജിൻ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിലുള്ള നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലുള്ള ടോയ്സും അതുപോലെ ഡോൾസും എന്താണ് വിളിച്ച് പറയാണ്, ഞങ്ങളെ സഹായിക്കണം ബിഗ് സ്ട്രോങ് എൻജിനെ എന്ന് പറയാണ്. ഓക്കെ, അവർ ട്രെയിൻ ഇസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ ട്രെയിന് വർക്ക് ആവുന്നില്ല. ബട്ട് യു ക്യാൻ പുൾ us ഓവർ ദ മൗണ്ടെയിൻ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൗണ്ടെയിൻ അവസാനിക്കുന്നത് വരെ ഞങ്ങളെ പുൾ ചെയ്യാനായിട്ട്, അതായത് ഉന്താനായിട്ട് പറ്റും. ഓക്കെ, പുൾ us ഓവർ ദ മൗണ്ടെയിൻ, യു മസ്റ്റ് ഹെൽപ്പ് us. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സഹായിക്കണം. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. അപ്പോൾ എന്താണ്, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ എന്താണ്, ബോയ്സിനും ഗേൾസിനും കളിക്കാനായിട്ട് ടോയ്സ് കിട്ടില്ല, മാത്രമല്ല അവർക്ക് കഴിക്കാനായിട്ട് ഗുഡ് ഫുഡും കിട്ടില്ല എന്ന് പറയാണ്. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. പക്ഷെ എന്താണ്, ഈ ബിഗ് സ്ട്രോങ് എൻജിൻ അവരെ സഹായിക്കാൻ
സഹായിക്കണമെന്നില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ് ഹീ സെഡ്. അപ്പോൾ ഈ ബിഗ് സ്ട്രോങ് ട്രെയിൻ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യില്ല, ഞാനിതൊന്നും പുള്ളിയില്ല, ഞാൻ ഇതൊന്നും ഉന്തില്ല എന്ന് പറഞ്ഞു. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. അപ്പോൾ ഞാൻ ഈ ടോയ്സിനൊന്നും പുള്ളിയില്ല, ഞാൻ ഹെവി ലോഡായിട്ടുള്ള ബോഗികളിലൊക്കെ ഉള്ള ട്രെയിനാണ് പുള്ളിയുക. ഐ പുൾ ബിഗ് ട്രക്സ്. അപ്പോൾ ഞാൻ എന്താണ്, ഞാൻ വലിയ വലിയ ട്രക്സൊക്കെയാണ് പുള്ളിയുക. ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. എന്താണ്, എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സമയമൊന്നുമില്ല. ആൻഡ് അവേ പഫ്ഡ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിത്തൗട്ട് എ വേർഡ്. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് വേറൊരു വാക്ക് പോലും പറയാണ്ട് നമ്മുടെ സ്ട്രോങ് എൻജിൻ, ബിഗ് സ്ട്രോങ് എൻജിൻ അവിടുന്ന് പോവാണ്. ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. എന്താണ്, ലിറ്റിൽ ട്രെയിന് അപ്പോൾ അത്ര ഹാപ്പി ഒന്നുമല്ല, ആകെ വിഷമായി. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വർക്ക് റെഡി ടു ക്രൈ. അപ്പോൾ എന്താണ്, ഈ ഡോൾസും ടോയ്സും ഒക്കെ കരയാനായിട്ട് തുടങ്ങി. ഓക്കെ, ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്. പക്ഷേ ഈ ക്ലൗണ് പിന്നെയും വിളിച്ച് പറയാണ്, ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഇസ് കമ്മിങ്. അപ്പോൾ നോക്ക് വേറൊരു ട്രെയിൻ വരുന്നുണ്ട്, നമ്മുടെ ക്ലൗൺ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ എൻജിൻ ഇസ് കമ്മിങ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ. അപ്പോൾ എന്താണ്, ഒരു ലിറ്റിൽ ബ്ലൂ കളറുള്ള ഒരു ട്രെയിനാണ് വരുന്നത്. വെരി ലിറ്റിൽ വൺ, വളരെ ചെറിയ ഒന്നാണ് വരുന്നത്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. അപ്പോൾ എന്താണ്, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ക്ലൗൺ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ എൻജിൻ നമ്മളെ സഹായിച്ചേക്കാം. ഓക്കെ, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. അപ്പോൾ എന്താണ്, ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ന് പറയുന്നത് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ്. അപ്പോൾ ഇങ്ങനെ ക്ലൗൺ ഇങ്ങനെ ഫ്ലാഗ് കാണിക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ആ ലിറ്റിൽ ട്രെയിൻ അവിടെ നിർത്തി, ലിറ്റിൽ ബ്ലൂ ട്രെയിൻ അവിടെ നിർത്തി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ മാറ്റർ ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. അപ്പോൾ വളരെയധികം വിനയത്തോടെ കൈൻഡായിട്ട് ചോദിച്ചു, എന്താണ് മാറ്റർ, എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുകയാണ്. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ ഈ ടോയ്സും ഡോൾസും കൂടി കരഞ്ഞിട്ട് പറയാണ്, വിൽ യു പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ. നീ ഞങ്ങളെ ഈ മൗണ്ടെയിൻ കഴിയുന്നവരെ പുള്ളിയോ എന്ന് ചോദിക്കുകയാണ്. അവർ എൻജിൻ ഇസ് നോട്ട് വർക്കിംഗ്. എന്താണ്, ഞങ്ങളുടെ എൻജിൻ ശരിക്കും വർക്ക് ആവുന്നില്ല. If you do not help, the boys and girls will have no toys or good food just over the mountain. Please help us. അപ്പോൾ എന്താണ്, നേരത്തൊക്കെ പറഞ്ഞ പോലെ പറയാണ്, നീ ഞങ്ങളെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഗേൾസിനും ബോയ്സിനൊക്കെ എന്താണ്, നല്ല ടോയ്സ്, കളിക്കാനായിട്ട് ടോയ്സ് കിട്ടില്ല, കഴിക്കാനായിട്ട് ഗുഡ് ഫുഡും കിട്ടില്ല. അപ്പോൾ ഈ മൗണ്ടെയിൻ കഴിയുന്നവരെ നീ ഞങ്ങളൊന്ന് പുള്ളിയോ എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ഹെൽപ്പ് അസ്, ഞങ്ങളൊന്ന് ദയവ് ഇത് സഹായിക്കുക എന്ന് പറയാണ്. Oh my dear, said the little blue engine, I am not very big and I do not pull trains. I just work in the yards. I have never been over the mountain. അപ്പോൾ എന്താണ്, ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയുകയാണ്, ഞാൻ അത്ര വലിയ ട്രെയിനൊന്നുമില്ല, മാത്രമല്ല എനിക്ക് ഈ ട്രെയിന് പുള്ളിയാനൊന്നും പറ്റില്ല, പുള്ളിയാനൊന്നും അറിയില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്. ഞാനിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് മുറ്റത്തൊക്കെ ഉള്ള ജോലികളാണ് ചെയ്യുക. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ. അപ്പോൾ എന്താണ്, ഞാൻ മൗണ്ടെയിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല എന്ന് പറയാണ്. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻ വേക്ക് അപ്പ്. എന്താണ്, നമ്മൾ കുട്ടികൾ എണീക്കണേക്കാൾ മുന്നേ നമുക്ക് അവിടെ എത്തേണ്ടതുണ്ട്. സെറ്റ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പോൾ ഈ ടോയ്സും ഡോൾസും അങ്ങനെ പറയാണ് നമ്മുടെ ബ്ലൂ ലിറ്റിൽ എൻജിനോട്. പ്ലീസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. അപ്പോൾ എന്താണ്, ഇത് കേട്ടപ്പോൾ ഈ ലിറ്റിൽ ബ്ലൂ എൻജിന് ഈ ഡോൾസിനും ടോയ്സിനും ഒന്ന് നോക്കി. ഷീ കുഡ് സീ ദാറ്റ് ദേ വർ നോട്ട് ഹാപ്പി. അപ്പോൾ ഈ എൻജിന്, ഈ ബ്ലൂ എൻജിന് മനസ്സിലായി അവരത്ര ഹാപ്പി ഒന്നുമല്ല. ഷീ തോട്ട് അബൌട്ട് ദി ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. പിന്നെ എന്ത് ചെയ്തു, ഈ ബ്ലൂ എൻജിൻ
ഈ മൗണ്ടെയിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന കുട്ടികളെ പറ്റി ആലോചിച്ചു. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി ഐദർ. അപ്പോൾ എന്താണ്, ടോയ്സും ഇല്ല, നല്ല ഫുഡും ഇല്ല, അപ്പോൾ എന്താണ്, അവർക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാണ്, എന്ന് വിചാരിക്കുകയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താണ്, ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുള്ളിയാണ്. ഷി ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംബഡ് ബാക്ക് ഇൻ ടു ദെയർ കാഴ്സ്. അപ്പോൾ എന്താണ്, ഈ ലിറ്റിൽ ട്രെയിനെ പുള്ള് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, എന്നിട്ട് ഈ ടോയ്സും ഡോൾസും ഒക്കെ ഇവരുടെ കാഴ്ചയിൽ, അതായത് ബോഗിയിൽ ക്ലൈംബ് ചെയ്ത് ഇരുന്നു. അപ്പോൾ ആ ക്ലൈംബ് ചെയ്തിരിക്കുന്ന പിക്ചറാണ് നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. At last the little blue engine said, I think I can climb up the mountain. അപ്പോൾ ലാസ്റ്റ് ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ് എന്ത്, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കയറാൻ പറ്റുമെന്നാണ്. ഐ തിങ്ക് ഐ ക്യാൻ. അപ്പോൾ എന്താണ്, എനിക്ക് പറ്റും തന്നെ തോന്നണമെന്ന് പറയാണ്. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടു പുൾ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഈ ലിറ്റിൽ ബ്ലൂ എൻജിന് പുൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഷീ ടഗ്ഡ് ആൻഡ് ഷീ പുൾഡ് ആൻഡ് ഷീ ടഗ്ഡ്. അപ്പോൾ എന്താണ്, ഈ ട്രെയിൻ ടഗ് ചെയ്യാനും പുള്ളി ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ടഗ് ചെയ്യുക, പുള്ളി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിക്കുക എന്നുള്ള മീനിങ് തന്നെ വരുന്നത്. അപ്പോൾ വലിക്കാനായിട്ട് തുടങ്ങി. ഷീ പുൾഡ് ആൻഡ് ഷീ ടഗ്ഡ്. അപ്പോൾ പുള്ളി ചെയ്യാനും ടഗ് ചെയ്യാനും തുടങ്ങി. ഐ തിങ്ക് ഐ ക്യാൻ ഷീ സെഡ് സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. അപ്പോൾ പതിയെ എന്തായി, ഈ ട്രെയിന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗെയിൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. അപ്പോൾ എന്താണ്, ഡോൾസും ടോയ്സും ഒക്കെ എന്ത് ചെയ്തു, ക്ലാപ്പ് ചെയ്തു. അപ്പ് ദ മൗണ്ടെയിൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. എന്താണ്, ഈ മൗണ്ടെയിൻ്റെ മേലെ കൂടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ പോയി. ആൻഡ് ഓൾ ദ ടൈം she keeps saying, I think I can. Up the little engine climbed. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സമയത്തും ഈ ബ്ലൂ ട്രെയിൻ പറയാണ് I think I can എന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. up the little engine climbed. അപ്പോൾ എന്താണ്, ഈ ലിറ്റിൽ എൻജിന് കയറിക്കൊണ്ടിരിക്കുകയാണ്. At last she reached the top of the mountain. അപ്പോൾ ലാസ്റ്റ് എന്താണ്, ഈ മൗണ്ടെയിൻ്റെ ടോപ്പിക്ക് എത്തി. ഡൗൺ ബിലോ lay the city. hooray cried the dolls and animals. അപ്പോൾ ഈ ഡോൾസും ആനിമൽസും ഇങ്ങനെ ചിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. the boys and girls will be so happy. അപ്പോൾ എന്താണ്, ഈ ഗേൾസിനും ബോയ്സിനും വളരെയധികം സന്തോഷമായിട്ടുണ്ടാവും. all because you helped us little blue engine said the toy clown. അപ്പോൾ ടോയ് ക്ലൗൺ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിനോട് പറയാണ്, ബോയ്സിനും ഗേൾസിനും ഒക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് നീയാണ് എന്ന് ലിറ്റിൽ ബ്ലൂ എൻജിനോട് പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ just smiled, but as she puffed down the mountain, the little blue engine seemed to say, I thought I could. അപ്പോൾ എന്താണ്, ദ ലിറ്റിൽ എൻജിന് സ്മൈൽ ചെയ്തിട്ട് എന്താണ്, ഷി പഫ്ഡ് ഡൗൺ ദ മൗണ്ടെയിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സീം ടു സേ. അപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് വരുന്നത്, ഐ തോട്ട് ഐ കുഡ്. എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹെഡിങ്ങിലുള്ള ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറഞ്ഞ ഹെഡിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെസൺ. ഇനി അടിയിൽ എന്താ അബൌട്ട് ദ ഓതർ കൊടുത്തിട്ടുണ്ട്. എർണോൾഡ് മങ്ക് വാസ് ബോൺ ഇൻ ഹംഗറി. ദിസ് സ്റ്റോറി ഈസ് ഹസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് വേർഷൻ ഓഫ് ദ ഫെയറി ടെയിൽ. ഹി ചോസ് ദ പെൻ നെയിം വാറ്റി പൈപ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.